പാഠം 154. വായിൽ കൈയിട്ടാൽ കടിക്കാത്ത പാമ്പുണ്ടോ? മോഹനേട്ടാ ഫോൺ നീ എടുത്തു നോക്ക്, അതാരാണെന്ന്. ഞാനിവിടെ ഇത്തിരി പണിയില്ല. ഫോണിട്ട് നോക്ക്. ഞാൻ കുറച്ച് തിരക്കില്ല, നീ നോക്ക്. ഓഹോ, രാവിലെ തന്നെ കുളിക്കാൻ കയറിയോ സാർ? ആ ഫോണിനാണ് ഇപ്പൊ ഒരു ശീലമാക്കിയിരിക്കുക. എപ്പോ മോഹനേട്ടൻ കുളിക്കാൻ കയറുന്നു അപ്പൊ തുടങ്ങും കിണി 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 കിണിന്ന് അടിക്കാൻ. ബാക്കിയുള്ള സമയത്ത് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഹലോ, അതെ, മോഹനേട്ടൻ കുളിക്കാണല്ലോ. കുറച്ച് കഴിഞ്ഞ് വിളിച്ചാ മതി. അല്ല, കുളിക്കാൻ ഇത്ര സമയം എടുക്കുമെന്നൊക്കെ ചോദിച്ചാ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കുളിക്കുന്നത് ഞാനല്ലല്ലോ. ശരി. ഇഷ്ടപ്പെട്ടില്ല. ഡെപ്യൂട്ടി തഹസിൽദാരുടെ മുഷ്ക് വില്ലേജ് ഓഫീസറോട് കാണിച്ചാൽ മതി. എന്റെ അടുത്ത് ചെലവാവില്ല. ഈ ഷർട്ട് തന്നെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നേ. ഈ മോഹനേട്ടനൊരു കാര്യം. ഈ മനുഷ്യൻ ഇവിടെ ഇരിക്കായിരുന്നു. കുളിക്കാന്നല്ല ഞാൻ കരുതിയത്. മോഹനേട്ടാ, മോഹനേട്ടൻ എന്താ ചെയ്യുന്നത്? കണ്ടില്ലേ, പത്രം വായിക്കുന്നു. പത്രം വായിക്കായിരുന്നോണ്ടാണോ ഫോൺ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ഭാമ, നീ വാർത്ത കണ്ടോ? കേരളത്തിൽ മദ്യപിച്ച് കരൾ രോഗം വന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇവന്മാർക്കൊക്കെ ഇത് തന്നെ വേണം. ആര് പറഞ്ഞു ഇവരോടൊക്കെ പോയി കുടിക്കാൻ? കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് വയറു വെറുക്കാൻ കുടിക്കും. എന്നിട്ട് എന്തോ മഹാകാര്യം ചെയ്ത പോലെ തെക്ക് വടക്കുന്നത് നടക്കും. അവന്മാരുടെ മുമ്പിൽ കള്ളു കുടിക്കാത്തവരൊക്കെ മോശക്കാരും. ഇപ്പോഴെന്തായി? ലിവർ സിറോസിസ് വന്ന് പച്ച വെള്ളം ഇറക്കാതെ കിടക്കുമ്പോ ഇവനൊക്കെ പഠിക്കും. മോഹനേട്ടാ, ഞാൻ ചോദിച്ചതിനോട് ഉത്തരം കിട്ടിയില്ല. നീ വല്ലതും ചോദിച്ചു? എന്ത് ചോദിച്ചു? ഒന്നും ചോദിച്ചില്ലല്ലോ. അടുക്കളയിൽ അത്യാവശ്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ വിളിച്ച് ഫോൺ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ കരുതി സാറെന്തോ മലമറിക്കായിരിക്കും. നാട്ടിലെ കള്ളുകുടിമാരുടെ കണക്കെടുത്ത് സന്തോഷിക്കായിരുന്നു എന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അമ്മേ, ഞാനിത് വായിക്കായിരുന്നു. അപ്പൊ ഫോൺ ബെല്ലടിച്ചു. നിന്നോട് എടുക്കാൻ പറഞ്ഞു. അതിനിപ്പോ എന്താ? മോഹനേട്ടന്റെ പത്രം വായനയെക്കാട്ടിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ അടുക്കള ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി വെച്ചിട്ട് വന്ന് ഫോൺ എടുക്കേണ്ട കാര്യം എന്തായിരുന്നു? എന്റെ പൊന്നു മോഹനേട്ടാ, സഹായിച്ചില്ലേലും വേണ്ടില്ല, ഒന്ന് ഉപദ്രവിക്കാതിരുന്നൂടെ? ഞാൻ നിന്നെ എന്ത് ഉപദ്രവിച്ചെന്നീ പറയുന്നേ? ഫോൺ ബെല്ലടിച്ചത് എന്റെ കുറ്റം കൊണ്ടാണോ? ആണ്. വില്ലേജ് ഓഫീസർ അന്വേഷിച്ച് ഡെപ്യൂട്ടി തഹസിൽദാർ വിളിച്ചതാണ്. ആ ഫോൺ എടുക്കാൻ മോഹനേട്ടന് വയ്യ. എന്നിട്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എന്ത് പറഞ്ഞു? അടുത്ത ദിവസം എങ്ങാനും താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാർ തന്നെ അത് പറഞ്ഞു തരും. ഒരാൾ കുളിക്കാൻ എത്ര മിനിറ്റ് എടുക്കുമെന്ന് വേറൊരാളോട് ചോദിക്കുന്ന അയാളേക്ക് ആരാണ് ഡെപ്യൂട്ടി തഹസിൽദാരാക്കിയത്? കഷ്ടം തന്നെ. ഇവിടെ എന്തോ പണി ഒപ്പിച്ചു. നീ എന്താ ഒപ്പിച്ചത്? എന്ത്? നീ ഡെപ്യൂട്ടി തഹസിൽദാരോട് എന്താ പറഞ്ഞത്? അയാൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കുളിക്കാൻ എത്ര സമയം എടുക്കും ചോദിച്ചപ്പോ അത് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ നല്ലതെന്ന് പറഞ്ഞു. ഭാമേ, നീ ഈ പറയുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ എന്റെ മേലധികാരിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എനിക്കിങ്ങനെയേ പറ്റൂ. രാവിലെ അടുക്കളയിൽ പിടിപ്പത് പണിയുള്ള ഞാൻ അവിടെ കിടന്ന ചക്രശ്വാസം വലിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അതാരാണെന്ന് നോക്കാൻ ഞാൻ പറഞ്ഞതല്ലായിരുന്നു? അപ്പൊ മോഹനേട്ടൻ പറഞ്ഞു തിരക്കാണ് എന്ന്. എന്ത് തിരക്ക്? നാട്ടിലെ കള്ളുകുടിയന്മാരുടെ എണ്ണ എടുക്കാനായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കും. ഭാമേ, കള്ളു കുടിച്ച് കുടുംബം നശിപ്പിക്കുന്ന ആണുങ്ങളെയും അവരെ കൊണ്ട് പൊറുതിമുട്ടിയ പാവം സ്ത്രീകളെ പറ്റിയുമാണ് ഞാൻ പേപ്പറിൽ വായിച്ചുകൊണ്ടിരുന്നത്. നിനക്കത് മനസ്സിലാവില്ല. കാരണം നിന്റെ ഭർത്താവ് ഈ മോഹനേഷൻ മാന്യനാണ്. കാരണം കള്ളു കുടിക്കില്ല. അതുകൊണ്ട് നിനക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അതായത് ഭർത്താവ് കള്ളു കുടിക്കാതിരുന്നാൽ ഭാര്യയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന്. ഇതാരാണ് മോഹനേട്ടനോട് പറഞ്ഞത്? എന്റെ ഭർത്താവ് ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിക്കില്ല എന്ന് പറയുന്നതല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. എന്താ ഭാമയ്ക്ക്? അഡ്വക്കേറ്റ് സീതാലക്ഷ്മിയുടെ ഭർത്താവ് ദിവസവും 2 പെഗ് കഴിക്കും. പക്ഷെ അതുകൊണ്ട് എന്താ കുഴപ്പം? വീട്ടിലെ സകല കാര്യങ്ങളിലും അയാള് സീതാലക്ഷ്മിയെ സഹായിക്കും.
അടുക്കള ജോലിയിലും തുണി അലക്കാനും വീട് വൃത്തിയാക്കാനും അങ്ങനെ എല്ലാത്തിനും. ഭർത്താക്കന്മാരായാൽ അങ്ങനെ വേണം, അങ്ങനെ. അപ്പോ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭർത്താവ് കള്ളുകുടിനായാലും പ്രശ്നമില്ലെന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയെ സ്നേഹിക്കുകയും അവളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവാണെങ്കിൽ അയാള് 2 പെഗ് കഴിച്ചാലും ഏത് ഭാര്യ സഹിക്കും. കള്ളു കുടിക്കാത്തത് കൊണ്ട് മാത്രം ഒരു ഭർത്താവും വലിയ ആളാവൊന്നുമില്ല. ഓഹോ, ഹലോ, കൃഷ്ണനായർ സാറാണ്. സാറേ, ഞാൻ ഉത്തമൻ. സാറ് പറഞ്ഞ കേസ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്തോ? നാളെ രാവിലെ സർട്ടിഫിക്കറ്റ് റെഡിയാ. അയ്യോ വേണ്ട, സാറ് വരണ്ട, ഞാൻ കൊണ്ടുവന്നോളാം. ഓ ശരി സാറേ. ഒമ്പോ ആരായി വരുന്നേ? മോനൊരു സാർ ഇത് പതിവില് സ്പീഡിലാണല്ലോ. വക്കീലുമായിട്ട് രാവിലെ വഴക്കുണ്ടാക്കി എന്നുള്ള കാര്യം ഉറപ്പ്. സാറേ നമസ്കാരം സാറേ. ഉത്തമൻ മദ്യപിക്കാൻ. അത് സാർ, അങ്ങനെ ഒരു ചോദ്യം. ഞാൻ മദ്യപിച്ച് സാർ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും ഉത്തമൻ മദ്യപിച്ചിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്ത കമ്പനി ചേരുമ്പോ ഒരെണ്ണം, ഏറിവന്ന 2 പെഗ്, അത്രേ ഉള്ളൂ. അതും ഡെയിലി ഇല്ല സാറേ, 1-2 മാസം കൂടുമ്പം മാത്രം. അപ്പോ മദ്യപാനികളായ ധാരാളം സുഹൃത്തുക്കളുണ്ട് ഉത്തമന്. ഉണ്ട്. സാറേ, കേരളത്തിൽ ഇപ്പൊ മദ്യപിക്കാത്ത ആണുങ്ങൾ വളരെ കുറവല്ലേ സാറേ? എനിക്ക് തോന്നുന്നത് ഈ വില്ലേജിൽ ഇതുവരെ ഒരു തുള്ളി കള്ളു കുടിക്കാത്ത ഒരേ ഒരു ആണ് മോനേര് സാറാണ്. അതായത് ഞാൻ ഒഴിച്ചുള്ള ഉത്തമന്റെ സുഹൃത്തുക്കളെല്ലാം കുടിയന്മാരാണ്. ഏതാണ്ട് മിക്കവാറും എല്ലാരും കുടിയന്മാരാണ്. സാറ് എന്താ ഇപ്പൊ പറയാനുള്ള കാര്യം? അതവിടെ നിൽക്കട്ടെ. ഉത്തമന് ഈ മദ്യപാനികളായ ആളുകളെ പറ്റി എന്താണ് അഭിപ്രായം? മഹാമോശമാണ് സാറേ. യുവമാർക്കൊക്കെ കള്ളു കുടിക്കുന്നതിന് മുമ്പ് ഒരു സ്വഭാവം, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം. സത്യം പറഞ്ഞ കള്ളു കുടിച്ചുകൊണ്ട് ഓരോരുത്തന്മാരെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചവന്റെ അണപ്പല്ല താഴെയിടാൻ തോന്നും. ഉത്തമന് ധാരാളം മദ്യപാനികളെ പരിചയമുണ്ടെങ്കിലും മദ്യപാനികളെ പറ്റി മോശമായ അഭിപ്രായം. പക്ഷേ ഭാമയ്ക്ക് അങ്ങനെയല്ല. 1-2 പെഗ് കഴിക്കാത്ത ആണുങ്ങളാണോ എന്ന് അവളോട് ചോദിച്ചു. അതായത് സാർ ഒരു ആണല്ല. വക്കീലിന് ഇപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്ന അല്ല എന്താ? നാട്ടിലെ പെണ്ണുങ്ങൾ മദ്യപിക്കാത്ത ഒരു ആണിനെ ഭർത്താവായി കിട്ടാൻ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൾക്ക് കള്ളു കുടിക്കുന്ന ഒരു ഭർത്താവിനെ മതിയെന്ന് അവളോട് എന്ത് മറുപടിയാണ് ഉത്തമ ഞാൻ പറയേണ്ടത്? ഒരു തുള്ളി പോലും മദ്യപിക്കാതെ ഇത്രയും കാലം ഞാൻ കഴിഞ്ഞിട്ടും അതിന് സ്വന്തം വീട്ടിൽ ഒരു വിലയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവളെ ഏതെങ്കിലും മുഴുക്കുടിയും കിട്ടിയാൽ മതിയായിരുന്നു. ദിവസവും വൈകിട്ട് മൂക്കറ്റം കുടിച്ചിട്ട് കയറി വന്ന് അവളെ മുതു നോക്കി ഒരു 4-5 കൊടുത്തിരുന്നെങ്കിൽ അവള് പഠിച്ചേനെ. അഹങ്കാരി. സാറിന്റെ പ്രശ്നം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള അഭിപ്രായം തോന്നിക്കഴിഞ്ഞ പ്രശ്നമാണ്. അത് സമ്മതിച്ചു കൊടുക്കരുത്. സമ്മതിക്കാതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? സാറേ, ചെയ്യാനുണ്ട്. ഇനി ഈ ജന്മത്ത് വക്കീല് കള്ളുകുടിയന്മാരെ പറ്റി നല്ലത് പറയാതിരുന്നാ പോരെ? മതി. എങ്കിലൊരൊറ്റ വഴിയേ ഉള്ളൂ. ഇന്നൊരു ദിവസത്തേക്ക് സാറിന് കള്ളുകുടിക്കാൻ പറ്റുമോ? ഉത്തമ സാറേ, വേറെ വഴിയില്ല. ചൂടാവരുത്. ഇന്നൊരു ദിവസം, ഒരൊറ്റ ദിവസം മതി. സാർ ആഫീസിൽ നിന്ന് ഇറങ്ങി എന്നെ വിളിക്കുന്നു. ഞാനൊരു കുപ്പിയുമായി വരുന്നു. സാർ മൂക്കറ്റ കുടിക്കട്ടെ. നേരെ വീട്ടിൽ കയറി ചെല്ലുന്നു. ഉത്തമ, ഞാൻ കള്ളു കുടിക്കാനോ? ഒരു ഗാന്ധിയനായി ഞാൻ കള്ളു കുടിക്കാനൊക്കെ പറഞ്ഞാല്? സാറേ, എല്ലാം കൂടെ പറയല്ലേ. സാറിനിപ്പോ ഗാന്ധിയനാവണോ വക്കീലിനെ മര്യാദ പഠിപ്പിക്കണോ? അതിപ്പോ ഭാമയെ മര്യാദ പഠിപ്പിക്കണം, ഗാന്ധിയനും ആവണം. ഇത് രണ്ടും കൂടെ നടക്കൂല. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. കരയും ചെയ്യണം, മുഖം നന്നായിരിക്കണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ സാറേ, മഹാത്മാഗാന്ധി മരിച്ചിട്ട് 10-65 കൊല്ലമായി. സാറാണെങ്കിൽ ഇലക്ഷനിലൊന്നും മത്സരിക്കാൻ പോകുന്നില്ലല്ലോ. സാറിന് ഇപ്പൊ ആവശ്യം വക്കീലിനെ ഒതുക്കുക എന്നുള്ളതാണ്. സാറേ, കുടുംബത്തിൽ ജയിക്കാതെ ആഫീസിൽ വലിയവനും ഗാന്ധിയനും ഒക്കെ ആയിട്ട് എന്തോന്ന് കാര്യം? അല്ല, ഉത്തമൻ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഇല്ല. വക്കീലിനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു.